സംസ്ഥാനത്തെ ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവർ തൃശൂരിൽ ഗോൾ ടവർ തൃശൂർ അവതരിപ്പിച്ച ജോയ് ആലുക്കാസ് 50 നിലകളിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗോൾ ടവറിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തീകരിക്കും. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് 2.2 ഏക്കറിൽ അത്യാഡംബര പാർപ്പിട സമുച്ചയ പദ്ധതി പ്രഖ്യാപിച്ച് ജോയ് ആലുക്കാസ്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് വിഭാഗമായ ജോയ് ആലുക്കാസ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പേഴ്സാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവറായ ഗോൾ ടവർ തൃശൂർ നിർമ്മിക്കുന്നത്. ഹയാത്ത് റീജൻസിയിൽ നടന്ന പദ്ധതി പ്രഖ്യാപനത്തിൽ തൃശൂർ MLA രാജൻ ജെ പല്ലം പ്രൊജക്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രോജക്ട് നിർമ്മിക്കുന്ന മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിലെ കൌൺസിലർ ബൈജു വർഗീസ്, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്ക, ഡയറക്ടർ ജോളി ജോയ് ആലുക്ക, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ആന്റണി ജോസ്, തോമസ് മാത്യു, COO ഹെൻറി ജോർജ്, പ്രിൻസിപ്പൽ ഡിസൈൻ കൺസൾട്ടന്റ് ജോഡി ഫാറൽ, റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വ്യവസായ പ്രമുഖർ, വിശിഷ്ടാതിഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഭൂനിരപ്പിൽ നിന്ന് 190 മീറ്റർ ഉയരത്തിൽ 50 നിലകളിലായി ഒരുങ്ങുന്ന ഗോൾ ടവർ തൃശൂരിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാകും. ലോകോത്തര എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ആധുനിക ആർക്കിടെക്ചർ നിർമ്മാണ രീതിയും സമന്വയിക്കുന്നതാണ് റെസിഡൻഷ്യൽ ടവറിന്റെ രൂപകൽപ്പന. ഉപഭോക്താക്കൾക്ക് ആഡംബര ജീവിതാനുഭവം ലഭ്യമാകുന്ന തരത്തിൽ 25 മീറ്റർ നീളമുള്ള ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ, അത്യാധുനിക വെൽനസ് ഫിറ്റ്നസ് സെന്ററുകൾ, പ്രൈവറ്റ് തിയേറ്റർ, കോവർക്കിംഗ് സ്പേസുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയും ഭവന സമുച്ചയത്തിലുണ്ടാകും. നിക്ഷേപം നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഉയർന്ന മൂല്യം നൽകുക എന്ന ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ 5 പതിറ്റാണ്ടിലെ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതാണ് ഗോൾ ടവർ തൃശൂർ പദ്ധതിയെന്നും ജോയ് ആലുക്കാസ് പറഞ്ഞു. കേരളത്തിൽ തന്നെ തൃശൂരിന്റെ പേര് ഉയർത്തിപ്പിടിക്കാവുന്ന രീതിയിൽ അതിന് പല മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. വെറും ഒരു ബിൽഡിംഗ് അല്ല, അത് കേരളത്തിൽ തന്നെ ഒരു ബുർജ് ഖലീഫ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 190 മീറ്റർ ഹൈറ്റാണ് ഇതിന്റെ ഉയരം. തുടർന്ന് ആദ്യം ബുക്ക് ചെയ്ത 14 പേരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിയിലെ ഗോൾഡ് ടവറിന് ശേഷം ജോയ് ആലുക്കാസ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പേഴ്സിന്റെ സംസ്ഥാനത്തെ 2ാമത്തെ റെസിഡൻഷ്യൽ പദ്ധതിയാണ് തൃശൂരിലേത്.